നമസ്കാരം. ചന്ദ്രാഷ്ടമം. ഇന്ന് നമ്മളിൽ ചിലരെങ്കിലും കേട്ട് കാണും ഈ ചന്ദ്രാഷ്ടമം എന്നുള്ള പുതിയ ഒരു വാക്ക് പഴയത് തന്നെയാണ്. ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് മാത്രം നിന്നിരുന്ന, ദൈവജ്ഞന്മാരുടെ ഇടയ്ക്ക് മാത്രം നിന്നിരുന്ന ഒരു വാക്കാണ് ചന്ദ്രാഷ്ടമം. മുഹൂർത്ത വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ട വിഷയം മാത്രമാണ്, സന്ദർഭോചിതമായി ചിന്തിക്കേണ്ട വിഷയമാണ് ചന്ദ്രാഷ്ടമം. ഇന്ന് തമിഴ്നാട്ടിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. കേരളത്തിൽ പതുക്കെ തുടങ്ങി വരുന്നതേയുള്ളൂ. ഇന്നലെ ചെയ്ത ഒരബദ്ധം ഇന്നത്തെ ആചാരമാകും, നാളത്തെ ശാസ്ത്രമിതാകാം, അതിൽ സമ്മതം മൂളായിക രാജൻ. ആ തീയെ അണയ്ക്കുവാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഈ ഒരു വീഡിയോ. ചന്ദ്രാഷ്ടമം ഉദാഹരണത്തിന് അതെന്താണ് എന്ന് മനസ്സിലാക്കാം, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ചന്ദ്രാഷ്ടമം എന്ന് പറയുന്നത് ഒരാൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിക്ക്, അത് മേടക്കൂറാണ് അശ്വതി നക്ഷത്രം, അല്ലെങ്കിൽ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചു, മേടക്കൂറിൽ വരുന്ന നക്ഷത്രം കാർത്തികയിൽ ജനിച്ചു, അവർക്ക് എട്ടാമത്തെ രാശിയായ വൃശ്ചികം, അഷ്ടമം എന്ന് പറഞ്ഞാൽ 8 എന്നർത്ഥമായി, ചന്ദ്രാഷ്ടമം. അപ്പോൾ എട്ടാമത്തെ രാശിയായ വൃശ്ചികത്തിലൂടെ ചന്ദ്രൻ സഞ്ചരിക്കുന്ന കാലഘട്ടം. ആ വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം, 4-ാം പാദം, അനിഴം, തൃക്കേട്ട. ഈ രാശിയിൽ, ഈ നക്ഷത്രത്തിലൂടെ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ ആ കാലഘട്ടം മുഴുവനും ചന്ദ്രാഷ്ടമം എന്ന് പറയുന്നു. ഈ ചന്ദ്രാഷ്ടമമുള്ള കാലഘട്ടം ഒരു പ്രവൃത്തിയും ചെയ്യരുത് എന്നുള്ള ഒരു ചിന്തയിലേക്ക് തമിഴ്നാട്ടുകാർ എത്തിക്കഴിഞ്ഞു. കേരളത്തിൽ അത് വന്നുകൊണ്ടിരിക്കുകയാണ്, പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് റിക്വസ്റ്റാണ്, നമ്മുടെ എല്ലാ പ്രവൃത്തിയും ചെയ്ത് മുന്നോട്ട് പോരണം. കാരണം ഒരു വിഷയം സെൻറ്റിമെൻ്റ് ആയി കഴിഞ്ഞാൽ ഇനി ഏത് ശാസ്ത്രം വന്ന് പറഞ്ഞാലും നമ്മൾ സെൻറ്റിമെൻറ്റിന് മാത്രമേ വില നൽകുകയുള്ളൂ. കാരണം സെൻറ്റിമെൻറ്റ് ജയിക്കുകയുള്ളൂ, ശാസ്ത്രമൊന്നും ജയിക്കില്ല, ഒരു സ്ഥലത്തും ജയിക്കില്ല. സെൻറ്റിമെൻറ്റിന് അത്രത്തോളം വിലയാണ്. കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്നു എന്ന ഒരു വിഷയം അതിൽ കയറി വരും. സെൻറ്റിമെൻറ്റ്, അത് സെൻറ്റിമെൻ്റ് ആകുന്നതിന് മുമ്പേ ആ തീ അണയ്ക്കണം നമ്മൾ. ഈ ചന്ദ്രാഷ്ടമം എന്ന വാക്ക് ദൈവജ്ഞന്മാർക്കിടയിൽ മുഹൂർത്ത വിഷയം ചിന്തിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. മുഹൂർത്തം ഗണിക്കുന്നു, അഷ്ടമരാശിയിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്ന കാലം, 6-8-12 ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ മുഹൂർത്തം ഒഴിവാക്കുന്നു, മുഹൂർത്ത രാശിയിൽ നിന്ന് 6-8-12 എന്നിങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. അത് ദൈവജ്ഞന്മാർ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചന്ദ്രാഷ്ടമം നോക്കുന്നു, അഷ്ടമത്തിൽ ചന്ദ്രൻ എന്ന് നോക്കുന്നു. അപ്പം അതിൽ ശ്ലോകങ്ങൾ, പ്രമാണമൊക്കെ ഉണ്ട്, അടിസ്ഥാനപരമായിട്ട് പ്രമാണങ്ങളുണ്ട്. മുഹൂർത്ത പദവിയിലെ ആദ്യത്തെ ശ്ലോകം തന്നെ ഉൽക്കോർവി ചലനോപരാഗ ഗുളികാഹ എന്ന് പോകുന്നു. അത് തുടങ്ങി എല്ലാ മുഹൂർത്തങ്ങൾക്കും എന്നിങ്ങനെ ഇന്ന പ്രമാണം അനുസരിച്ച് മുഹൂർത്തം നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവജ്ഞന്മാർ അതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. സാധാരണക്കാരിലേക്ക് ആ ചന്ദ്രാഷ്ടമം എത്തിയപ്പോൾ ഇതെനിക്ക് ശുഭമല്ലല്ലോ എന്ന ചിന്തയായി. എനിക്ക് ശുഭമല്ലല്ലോ എന്ന ചിന്ത വന്നപ്പോൾ ഈ ഒരു കാര്യം ചെയ്യരുതല്ലോ, ഇന്ന് വേണ്ട, 3 ദിവസത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. ചന്ദ്രാഷ്ടമാണല്ലോ, ഞാൻ യാത്ര പോകുന്നില്ല, ഇല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ പോകുന്നില്ല. അതുവരെ ആയി. തമിഴ്നാട്ടിൽ ഒരു പ്രവൃത്തിയും ചെയ്യാണ്ടായി ഈ ചന്ദ്രാഷ്ടമം കാരണം. ചന്ദ്രാഷ്ടമം നല്ലതാണോ ദുഷിച്ചതാണോ എന്നുള്ളത് സന്ദർഭ ഉചിതമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. മുഹൂർത്ത വിഷയത്തിൽ തീർച്ചയായിട്ടും അതിനെ വർജിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദൈനംദിന കാര്യങ്ങളിൽ വർജിക്കുവാനായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത സാധാരണക്കാർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് എനിക്കിത് അശുഭമാണെന്നും ഈ 3 ദിവസം ഞാനൊന്നും ചെയ്യരുതെന്നും എന്നുള്ള ഒരു ആവശ്യമില്ലാത്ത അനാവശ്യ ചിന്ത എവിടെയോ ഒരാൾ തുടങ്ങുന്നു. 1-ൽ നിന്ന് 10, 10-ൽ നിന്ന് 100, 100 1000, ലക്ഷമായി. ഇന്നലെ ചെയ്ത ഒരബദ്ധം ഇന്നത്തെ ആചാരമാകും, നാളത്തെ ശാസ്ത്രമിതാകാം, അതിൽ സമ്മതം മൂളായിക രാജൻ എന്നുള്ള ബൃഹത്തായ വലിയ അർത്ഥമുള്ള ശ്ലോകം ഇവിടെ അന്വർത്ഥമാകുകയാണ് ചെയ്യുന്നത്. ആയതിനാൽ ചന്ദ്രാഷ്ടമം ദയവ് ചെയ്ത് ദൈനംദിന കാര്യങ്ങൾ അങ്ങനെ തന്നെ നടത്തിപ്പോരുക. വിവാഹം മുതലായ ഇല്ലെങ്കിൽ വിശേഷ ദിവസങ്ങൾ, ഒരു ഈവൻറ്റ് എന്നിങ്ങനെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങൾ, ഷോഡശ സംസ്കാരം, അതിൽ ചിലത് എന്നിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തിട്ട് ഈ മുഹൂർത്തം ഗണിക്കുവാനായിട്ട് ദൈവജ്ഞന്മാർ ഈ ശബ്ദം ഉപയോഗിച്ചോട്ടെ. സാധാരണക്കാർ ഈ ശബ്ദം മറന്നേക്കുക എന്നുള്ള ഒരു വസ്തുത ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരം.